ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് നിരസിച്ച ആ ഒരു സംഭവം അതാണ് ഇന്നത്തെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലും ചർച്ചയാവാൻ പോകുന്നത്. കാരണം വേറെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. അപ്പൊ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതായിരിക്കും പ്രധാനമായിട്ടും ലാലേട്ടൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല, വളരെ ബയസ്ഡ് ആയിട്ട് ഇങ്ങനെ റിവ്യൂസ് ചെയ്യുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് കേട്ടോ. കാരണം അനീഷ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് വലിയ കാരണങ്ങളൊന്നുമില്ല. നിരസിച്ചു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അത് മതി. ആവശ്യമുള്ളപ്പോൾ ഞാൻ വേണേ അങ്ങോട്ട് വന്ന് സംസാരിച്ചോളാം, ആവശ്യമുള്ളപ്പോൾ സംസാരിച്ചാൽ മതി, എന്തിനാണ് സംസാരിക്കാൻ വരുന്നത്? അതായിരുന്നു അനീഷിന്റെ ഒരു മൈൻഡ്. പക്ഷെ അനുമോൾ എന്താണ് ചെയ്തത്? പുറകെ പോയി അനീഷ് സംസാരിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം അനീഷിനെ ഡീഗ്രേഡ് ചെയ്ത് അനുമോളെ വെളുപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഇവർ ഈ എടുക്കുന്ന വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിനെ നമ്മൾ പൊളിച്ചടുക്കിയേ തീരൂ. ഇത് പ്രേക്ഷകരുടെ ഷോ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പൊളിച്ചടുക്കിയേ തീരുകയുള്ളൂ. ബയസ്ഡ് ആയിട്ട് എന്തിന് റിവ്യൂ ചെയ്യുന്നു? കാശ് വാങ്ങിച്ചിട്ട് എന്തിന് റിവ്യൂ ചെയ്യുന്നു? ഇതാണ് എന്റെ ചോദ്യം. അനീഷ് അവിടെ എടുത്ത വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട, ചാപ്റ്റർ ക്ലോസ്ഡ്. അനുമോൾ എന്താണ് ചെയ്തത്? വീണ്ടും പുറകെ പോയപ്പോ അനീഷ് സംസാരിക്കാൻ തയ്യാറായില്ല. അനീഷ് എന്താണ് കുട്ടികളെ പോലെ പെരുമാറുന്നത്? അനീഷിന് സംസാരിക്കാൻ ഇരുന്നൂടെ? ഇങ്ങനെയൊക്കെ ചോദിച്ച് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? വൈരാഗ്യം വെച്ച് പുലർത്തി നോമിനേറ്റ് ചെയ്ത് അതൊക്കെ ഓക്കെ, അതൊക്കെ മാനേജ് ചെയ്യാം. പക്ഷെ എന്തിനാണ് ഈ കുട്ടികളെ പോലെ പെരുമാറുന്നു? സംസാരിക്കാൻ ഇരുന്നൂടെ? സംസാരിച്ച് സോൾവ് ആക്കേണ്ട ഒരു ഇഷ്യൂ അല്ല. ഓക്കെ, അത് തീർന്നു, അവിടെ വെച്ചത് ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ് അനീഷ് പറയുന്നത്. സംസാരിക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ സംസാരിക്കില്ല. അതിന്റെ പേര് പറഞ്ഞ് എന്തിന് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നു? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് എത്രമാത്രം ആളുകളിലേക്ക് എത്തുമെന്ന് പോലും അറിയില്ല. കാരണം വളരെയേറെ ചെറിയ ഒരു ചാനലാണ് ഇത്. പക്ഷെ എങ്കിലും നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. മുന്നോട്ടും അങ്ങനെ തന്നെ ചെയ്യാനാണ് തീരുമാനം. ഇനി മുമ്പോട്ട് എത്ര സീസൺ ഉണ്ടെങ്കിലും ഇത് തന്നെ ചെയ്യാനാണ് തീരുമാനം. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനാണ് തീരുമാനം. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും